ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കരിമീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 കരിമീൻ, അതിൽ കുറച്ച് കല്ലുപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് കല്ലുപ്പാണ് വേണ്ടത് കഴുകുന്നത്. നല്ല അഴുക്കെല്ലാം കളഞ്ഞു. നല്ല അഴുക്കെല്ലാം ഇളകുന്നുണ്ട്. അഴുക്കെല്ലാം കളഞ്ഞ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റും. ഇതിലെ അഴുക്ക് വെള്ളമാണിത്. വീണ്ടും നമുക്ക് 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണം. കരിമീൻ നമ്മൾ 2-3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് വരയണം. സൈഡ് നമുക്ക് വരഞ്ഞെടുക്കാം. മീനെല്ലാം 2 സൈഡും വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില നമുക്ക് മീൻ മസാലയുടെ കൂടെ ചേർക്കണം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ 3 തണ്ട് കറിവേപ്പില അല്ലാതെ. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, വിനാഗിരി, നാരങ്ങയോ വിനാഗിരിയോ രണ്ടിലേത് വേണമെങ്കിലും ചേർക്കാം. ഈ കല്ലുപ്പ് നമുക്ക് മീൻ ക്ലീൻ ചെയ്യാൻ എടുത്തതാണ്. പിന്നെ വേണ്ട മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി. മീൻ മസാല പറ്റാൻ ആവശ്യമുള്ള വെള്ളവും. ഇനി നമുക്ക് ഈ മീനിലോട്ട് മസാല തയ്യാറാക്കാം. അമ്മച്ചി കാണില്ല, അവിടെ ദൂരെ നിന്ന് കാണിച്ചു. നമുക്ക് ഈ ഫിഷ് കറി ഉണ്ടാക്കുന്നതിനായി മസാലപ്പൊടികൾ എടുക്കാം. ഇത് 2 ഫിഷേ ഉള്ളൂ, അത് കാരണം കുറച്ച് മസാലപ്പൊടി മതി. ആദ്യം ഈ സ്പൂണിന് മതി. ഈ സ്പൂണിന് 1 സ്പൂൺ എരിവെള്ള മുളക് പൊടി, പിന്നെ ഏകദേശം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില നമുക്ക് പിച്ചിയിടാം.
ഈ സ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പും. ഏകദേശം 1/2 ടീസ്പൂൺ വിനാഗിരി. കുറച്ച് വെള്ളം. അര ടീസ്പൂൺ വെളിച്ചെണ്ണ. എല്ലാം ചേർത്ത് മസാല നമുക്ക് നല്ലതുപോലെ ഉണ്ടാക്കാം. മസാല എല്ലാം പുരട്ടി മീനിൽ നമുക്ക് നന്നായി പുരട്ടാം. വീണ്ടും 2 വശവും നന്നായി പുരട്ടി അകത്തെല്ലാം പുരട്ടി നന്നായി പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ 1/2 തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടാകട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കരിമീൻ ഫ്രൈ ആവാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണം ഓരോന്നായി പറക്കിയിടാം. മീൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തിരിച്ചിടാം. വീണ്ടും തിരിച്ചിടുന്നതിന് മുമ്പ് 2 കറിവേപ്പില അവിടെ ചേർക്കാം. ചേർത്ത് നമുക്ക് തിരിച്ചിടാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അത് ഫ്രൈ ആവും. മീനൊക്കെ വരുമ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ബൗളിലോട്ട് മാറ്റാം.
തണുത്ത ശേഷം നമുക്ക് ഓയിലൊക്കെ പോകാനായി നമുക്ക് ടിഷ്യൂ വെച്ച് അടച്ചു വെച്ച്. കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കരിമീൻ ഫ്രൈ അഥവാ പേൾ സ്പോട്ട് ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.